സൂറത്തുൽ വാഖിഅ വിശുദ്ധമായ ഖുർആനിലെ പവർഫുള്ളായ ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. നമ്മുടെ കടങ്ങൾ മുഴുവൻ തീർന്നു കിട്ടാൻ സൂറത്തുൽ വാഖിഅ ഉപകാരപ്പെടും. നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ സൂറത്തുൽ വാഖിഅ ഉപകാരപ്പെടും. മഹാന്മാരായ സ്വഹാബത്തിന് ഹബീബായ നബി തങ്ങൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്ന ആളുകളിലേക്ക് മോനെ നീ സൂറത്തുൽ വാഖിഅ ഓദിക്കോ എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ സൂറത്തുൽ വാഖിഅയുടെ പവർ എത്രയായിരിക്കും? ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് കേട്ടു നോക്കാം. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന മഹത്തായ കുറേ നേട്ടങ്ങൾ. ഞാനും നിങ്ങളും സൂറത്തുൽ വാഖിഅ ഓതണോ വേണ്ടയോ എന്ന് ഈ വീഡിയോ കേട്ടിട്ടൊന്ന് തീരുമാനിക്കാം. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ, സുഖമല്ലേ? അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. പല ആളുകളും പല വിഷമങ്ങളും പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിക്കുമ്പോൾ അള്ളാഹുവെ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദ്വാരക്കാറുണ്ട്. നിങ്ങളൊക്കെ അമീൻ പറയണം. അള്ളാഹു ആ ദുആ കബൂലാക്കട്ടെ, അള്ളാഹു ആ ദുആ സ്വീകരിക്കട്ടെ, അള്ളാഹു ആ ദുആ ഏറ്റെടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലേ? കാരണം ഈ വിളിച്ചു പറയുന്ന ആളുകൾ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, വ്യത്യസ്തങ്ങളായ വിഷമങ്ങളുള്ളവർ. അതിലൊരു 90% സാമ്പത്തിക വിഷയമാണ്. സാമ്പത്തിക പ്രയാസങ്ങളിൽ കഴിയുന്നവരാണ്, സാമ്പത്തിക പ്രതിസന്ധിയിൽ കഴിയുന്നവരാണ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, പൈസ കൊടുത്തത് കിട്ടാനുള്ള ആളുകൾ, ശമ്പളം കിട്ടാനുള്ള ആളുകൾ, അതുപോലെ ലാഭം കിട്ടാനുള്ള ആളുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ സാമ്പത്തിക ഇടപാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഹബീബായ നബി തങ്ങൾ തന്നെ ഒരു പരിഹാര മാർഗം പറഞ്ഞു തരുന്നുണ്ട്. അതിൽ മഹാന്മാരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു അവരിങ്ങനെ ഒരു സാമ്പത്തിക വിഷയം എന്ന് പറയുമ്പോൾ, സാമ്പത്തിക പ്രയാസം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സൂറത്താണ് സൂറത്തുൽ വാഖിഅ. വാഖിഅ സൂറത്ത് മോനെ നിങ്ങൾ പാരായണം ചെയ്യണം. സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കണം, വാഖിഅ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണം. ആരെങ്കിലും ഒരാൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തു ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ ലൈലത്തിലും എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ ലം യഫ്തഖിർ അബദൻ എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത് ലം യഫ്തഖിർ അഹദ ഇന്ന മൻ ഖറഅഹ ലൈലൻ, ഈ സൂറത്ത് എല്ലാ രാത്രിയിലും ഓതിക്കഴിഞ്ഞാൽ ലം യഫ്തഖിർ അബദ, ഒരിക്കലും അവന് ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി കടന്നു വരില്ല എന്ന്. അയാൾക്ക് സാമ്പത്തിക ഇടങ്ങേറുണ്ടാവില്ല, സാമ്പത്തിക പ്രതിസന്ധിയിലായി പോകൂല എന്ന് എണ്ണി നബി തങ്ങൾ ഈ ഒരു സൂറത്തിൻ്റെ മഹത്വം പറയുന്നുണ്ട്. ഞാൻ കുറഞ്ഞ മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം. ഉസ്മാൻ തങ്ങളെ തൊട്ട് പറയണം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ഈ ഒരു റിപ്പോർട്ട്, ഈ ഒരു ഹദീസ് നമ്മളിലേക്ക് എത്തിച്ചു തന്നത്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുകയാണ്. രോഗത്തിൽ കിടക്കുന്ന സമയത്ത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ രോഗത്തിൽ തന്നെയാണ് വഫാത്താകുന്നത്, അവസാന സമയത്താണ്. ആ രോഗിയായി കിടക്കുന്ന സമയത്ത് മഹാനവറുകളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്കൊരു വിഷമം, ഒരു സങ്കടം? കാരണം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത് ഒരു സങ്കടം കാണാനുണ്ട്. അവരൊരു വിഷമാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അപ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളുടെ മുഖത്ത് എന്താണ് ഒരു സങ്കടം കാണുന്നുണ്ടല്ലോ, എന്താ വിഷമം എന്ന്. ഫഖാല, മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുനൂബി, എൻ്റെ പാപങ്ങൾ ഓർത്തിട്ടാണ്. എൻ്റെ പാപങ്ങൾ, അതായത് ഞാൻ മുൻകാലങ്ങളിൽ ചെയ്തു പോയ തെറ്റുകളെയൊക്കെ ഓർത്തിട്ടുള്ളൊരു സങ്കടമാണ് എന്ന്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്, എന്താണ് നിങ്ങൾ കൊതിക്കുന്നത്? മാതാ തമന്നി, നിങ്ങൾ എന്താണ് കൊതിക്കുന്നതെന്ന് ചോദിച്ചു. എന്താണ് നിങ്ങൾക്കുള്ള ആഗ്രഹം? അല്ലേ, അവസാന സമയത്ത് എന്താണ് നിങ്ങൾക്കുള്ള ആഗ്രഹം? അവിടുന്ന് പറയുന്നത് റഹ്മത്തുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടണമെന്നാണ് ആഗ്രഹം. വീണ്ടും ചോദിച്ചു, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് എന്ത് ചെയ്യുക നിങ്ങൾ, അതായത് നിങ്ങൾക്കൊന്ന് റാഹത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഗതി എന്താണ്? അവിടുന്ന് പറയുന്നത് എൻ്റെ രോഗങ്ങളൊക്കെ ഒന്ന് എനിക്ക് റാഹത്തായി കിട്ടണം, രോഗങ്ങളൊക്കെ മാറി മരിക്കാതിരിക്കുക, അതവിടെ കിട്ടെ, രോഗങ്ങളൊക്കെ ഒന്ന് മാറി സന്തോഷമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാം, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അവിടുന്ന് ചോദിക്കുന്ന ചോദ്യമാണെന്ത്, നിങ്ങളുടെ നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ട്, അവർക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ കാലശേഷം അവരുടെ കാര്യം എന്താകും എന്നുള്ളത് ഓർത്തിട്ട് ബേജാറുണ്ടോ എന്ന്, പ്രയാസപ്പെടുന്നുണ്ടോ എന്ന്, അവരുടെ കാര്യം എന്തെങ്കിലും ആകുമോ, അവർക്ക് പ്രയാസമാകുമോ, ബുദ്ധിമുട്ടാകുമോ എന്നോർത്ത് നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടോ, സാമ്പത്തികമായ ഇടങ്ങേറിലാകുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണെന്ത്, എനിക്ക് ആ വിഷയത്തിൽ യാതൊരു ആശങ്കയും ഇല്ല, എനിക്ക് ആ വിഷയത്തിൽ യാതൊരു
ആശങ്കയില്ല. കാരണം എന്താ, ഫഖദ് അല്ലംതുമുഹുന്ന സൂറത്തുൽ വാഖിഅ, ഫഖദ് അല്ലംതുഹുന്ന, ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സൂറത്തുൽ വാഖിഅ. എന്ത്? സൂറത്തുൽ വാഖിഅ ഞാൻ എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ആ സൂറത്തുൽ വാഖിഅ ഓതുന്ന ഒരാൾക്ക് ഒരിക്കലും ദാരിദ്ര്യം വരൂല, പ്രയാസപ്പെടൂല എന്ന് ഹബീബായ നബി തങ്ങൾ സമിഅ്തു റസൂലല്ലാഹ്, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞു തന്നത് മരണാസന്നമായി കിടക്കും. ഇപ്പോൾ നമ്മുടെയൊക്കെ ബേജാർ അങ്ങനെയാണല്ലോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ അവസ്ഥ എന്താകും, കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും, അല്ലെങ്കിൽ സാമ്പത്തികമായി ഞാൻ കടം കൊടുത്ത് വീട്ടാനുള്ള ആളുകൾ അവരെൻ്റെ വീട്ടിലുള്ള ആളുകളെ പ്രയാസപ്പെടുത്തൂലേ എന്നൊക്കെയുള്ള ബേജാറുള്ള പുരുഷന്മാരാണ് എങ്കിൽ സൂറത്തുൽ വാഖിഅ കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. അവരെ കൊണ്ട് സൂറത്തുൽ വാഖിഅ ഓദിപ്പിക്കണം. ഒരു കാലത്തും ലം യഫ്തഖിർ അബദ, ഒരു കാലത്തും ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരൂല. ഇതെൻ്റെ വകയെ പറയല്ല, സമിഅ്തു റസൂലല്ലാഹ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നബിതങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അത്രയും അവർക്ക് ഉറപ്പുള്ള, അവർ പഠിപ്പിച്ചു കൊടുത്ത്, അവർക്ക് എൻ്റെ മകൾക്ക് ഞാൻ കുറേ സ്വത്തുണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ എന്ത് ചെയ്തിട്ടുണ്ട്, നിധി കൂമ്പാരങ്ങളാക്കി അവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബാങ്ക് ലോക്കറിൽ ഇത്രയുണ്ട് എന്നൊന്നും അല്ല പറഞ്ഞത്, മറിച്ച് എൻ്റെ മക്കൾക്ക് അല്ലംതുഹുന്ന, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് സൂറത്തുൽ വാഖിഅയെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മുടെ ജീവിതത്തിലും പതിവാക്കാനുള്ള ഭാഗ്യം നൽകുന്നുണ്ട്. ഞാനൊരു സംഭവം പറഞ്ഞതാണ്. ഇനി എങ്ങനെയാണ് ഇത് ഓതേണ്ടത്? ആരെങ്കിലും ഒരാൾ മൻ അഹബ്ബ അൻ യൻദുറ ഇലാ സിഫത്തിൻ നാരി ഫല്യഖറ, സോറി മാറിപ്പോയി, എന്താ നബി തങ്ങളുടെ തന്നെ ഹദീസിൽ കാണാമെന്ത്, മൻ ഇസ്താഖ ഇലൽ ജന്നതി വ ഇലാ സിഫത്തിഹ, ആർക്കെങ്കിലും ഒരാൾ സ്വർഗത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്, ദുനിയാവിൻ്റെ കാര്യം റാഹത്തായി കിട്ടാൻ സൂറത്തുൽ വാഖിഅ ഓതിയാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സ്വർഗത്തെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അതിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് കാണണം, അതിൻ്റെ വിശേഷണങ്ങളൊക്കെ അറിയണം, കാണണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എങ്കിൽ ഫല്യഖറഅൽ വാഖിഅ, സൂറത്തുൽ വാഖിഅ ചങ്ങായി ഓതിക്കൊള്ളട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് സ്വർഗത്തെ കാണാനും സ്വർഗത്തെ പറ്റി ആസ്വദിക്കാനും സ്വർഗത്തിൻ്റെ വിശേഷണങ്ങൾ അറിയാനും സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എങ്കിൽ അവർ ഫല്യഖറ സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, ഇനിയും പറയുന്നുണ്ട്, മൻ ഖറഅൽ വാഖിഅത കുല്ല ലൈലത്തിൻ ഖബ്ല അൻ യനാമ ലഖിയല്ലാഹ അസ്സ വജല്ല വവജ്ഹഹു കൽ ഖമരി ലൈലത്തുൽ ബദ്ർ. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ, നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ദിവസവും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ലഖിയല്ലാഹ സുബ്ഹാനഹു വതആല, അല്ലാഹു തആല അവൻ കാണും, ഉറപ്പാണ്. കണ്ടു എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതത്ര ഉറപ്പായതുകൊണ്ടാണ്. നബി തങ്ങൾ പറയാണ് അള്ളാഹുവിനെ അവൻ കാണും. ഏതുപോലെ, വജ്ഹു കൽ ഖമരി ലൈലത്തുൽ ബദർ, ലൈലത്തുൽ ബദറിൽ 14-ാം രാവിൽ ചന്ദ്രനെ കണ്ണുകൊണ്ട് പൂർണ്ണമായി കാണാൻ കഴിയുന്നത് പോലെ അള്ളാഹുവിനെ പൂർണ്ണമായി കാണാൻ കഴിയുന്നതാണ് എന്ന് ആര് പറയാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്ന സൂറത്തുൽ വാഖിഅയുടെ കാര്യം, അതായത് ദുനിയാവിലെയും ആഖിറത്തിലെയും സകല വിഷമങ്ങളും തീരാനും സകല പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും സകല അനുഗ്രഹങ്ങൾ ലഭിക്കാനും സൂറത്തുൽ വാഖിഅ ദിവസവും ഒരു തവണ വീതം ഓതിയാൽ മതിയെന്ന് നബിതങ്ങൾ പറയുമ്പോൾ, ഞാനും നിങ്ങൾ ഓതേണ്ട സൂറത്താണോ എന്ന് ഞാൻ ആദ്യം ചോദിച്ചതുപോലെ, അല്ലെ ആദ്യം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഓതണോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ചാൽ മതി. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. കടം കൊണ്ട് വിഷമിക്കുന്നവർ, സാമ്പത്തിക പ്രയാസങ്ങളിൽ കഴിയുന്നവർ, ബുദ്ധിമുട്ടിൽ കഴിയുന്നവർ, അങ്ങനെ അതിൽ നമ്മുടെ കുടുംബത്തിലുണ്ട്. ഇനി നമുക്ക് സാമ്പത്തികമായ ഇടങ്ങേറൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കുറേ ആളുകളൊക്കെ ഉണ്ടാവും, കൂട്ടുകാരിലുണ്ടാവും, അയൽവാസികളിലുണ്ടാവും. അവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. ആരെങ്കിലും ഒരാൾ നമ്മൾ ഈ അയച്ചത് കേട്ടത് എന്ത് ചെയ്തു, ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ഒരാളെങ്കിലും ഓതിയാൽ അതിൻ്റെ പ്രതിഫലം ഈ പറഞ്ഞ് എനിക്കും കിട്ടും, അയച്ചു കൊടുത്ത നിങ്ങൾക്കും കിട്ടും, ആ ഓതിയ ആൾക്കും കിട്ടും, അള്ളാഹു കൊടുക്കും. അള്ളാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തു വെക്കുക. കാരണം നമ്മളിതുപോലെ അമലുകളുടെയൊക്കെ വീഡിയോ ഇടുമ്പോൾ നിങ്ങളിലേക്ക് അത് എത്തിച്ചേരാനൊക്കെ ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ, ഓതാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് കമൻറ്റായി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനൽ അതുമായി ബന്ധപ്പെട്ടൊരു ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഖുർആൻ എങ്ങനെ പഠിക്കാം എന്നുള്ള ഉദ്ദേശവുമായിട്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിലേക്കും നിങ്ങളുടെ ഒരു സാന്നിധ്യം അറിയിക്കുകയും ഖുർആനുമായി വലിയ ബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.